കാര്യങ്ങൾ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കൂടുതൽ കൃത്യമായി എങ്ങനെയാണ് ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നതിനെ രാഷ്ട്രീയമായി നേരിടുക എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി സംശയരഹിതമായി പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി നേരിടുന്നതിൻ്റെ മകുടോദാഹരണമാണ് താൻ പറയുന്നത് എന്നുള്ള അവകാശവാദങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? വീണ എന്ന ചെറുപ്പക്കാരി ഒരു സംരംഭം തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട ED കേസും സാമ്പത്തിക ആരോപണവും ഉണ്ടാകുന്നതും ഇടയ്ക്കിടെ കുത്തിപ്പോക്കുന്നതും ചില കള്ളവാർത്തകൾ ഉണ്ടാകുന്നതും അവർ എൻ്റെ മകളായതുകൊണ്ടാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് അതിൻ്റെ രാഷ്ട്രീയമായ തിരിച്ചറിവും പ്രതിരോധവും. അതാണ് പ്രധാനം. പിണറായി വിജയൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, 10 വർഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, അരനൂറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, വർഗീയതയ്ക്ക് ഫാസിസത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാടുള്ള ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാൾ. അങ്ങനെ ഒരുപാട് തൂവലുകൾ തൻ്റെ പൊതുജീവിതം കൊണ്ട് സ്വയം തൻ്റെ വ്യക്തിത്വത്തിൽ വന്നു ചേർന്ന പിണറായി വിജയൻ്റെ മകളാണ് എന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക്, CPM വിരുദ്ധർക്ക്, ഇടതുപക്ഷ വിരുദ്ധർക്ക് പൊതുവെ, പിണറായി വിരുദ്ധർക്ക് പ്രത്യേകമായി, അങ്ങനെ പല പല കാരണങ്ങൾ ഉള്ള ആളുകൾക്ക് ഒരു കാരണമാണ്. എന്താണ്? പിണറായി വിജയൻ്റെ മകളാണ് വീണ. അതുകൊണ്ടാണ് പിണറായി വിജയൻ CPM-ൻ്റെ പ്രധാന നേതാവും പ്രതിപക്ഷ നേതാവുമാണ്, മുൻപ് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് വീണ വേട്ടയാടപ്പെടുന്നത് എന്നത് രാഷ്ട്രീയമായ പ്രതിരോധമാണ്. കൃത്യമാണത്. ആ എമൗണ്ട് ഉണ്ടല്ലോ, ആ തുക എത്ര ചെറുതാണത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് നമുക്കും ബോധ്യപ്പെടും. എങ്ങനെയാണ് ED എന്ന കേന്ദ്ര ഏജൻസി അസാധാരണമായി ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത്? ആ പത്രക്കുറിപ്പ് സാധാരണഗതിയിൽ വെബ്സൈറ്റിൽ കൊടുക്കുകയും അതിൽ നിന്ന് മാധ്യമങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിൽ വ്യത്യസ്തമായി ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ, മെയിൽ കൊടുക്കുന്ന രീതിയിൽ ഇറക്കുന്നു. അതിൽ പിണറായി വിജയനെ P വിജയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അത് ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയാലോ എന്ന് വിചാരിച്ച് ഫോർമർ ചീഫ് മിനിസ്റ്റർ P വിജയൻ എന്ന് പറയുന്നു. ഇതൊക്കെ തികച്ചും സാധാരണമായ ഒരു നടപടിക്രമമാണ് എന്നാലും വിചാരിച്ചു പോകരുത്. അസാധാരണമാണ്. അസാധാരണമാകുന്നതിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്താണ്, വിട്ടുവീഴ്ചയില്ലായ്മയാണ്. പിണറായി വിജയൻ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു. അത് മനോരമയെയും മനോരമയുടെ ഉടമ, മനോരമയുടെ മുഖ്യ പത്രാധിപർ മാമൻ മാത്യുവിനെയും വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട് മാമൻ മാത്യുവിൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത്. മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ കൃത്യമായി കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കോളൂ. കള്ളവാർത്തകൾ എന്ത് കൊടുത്താലും എനിക്കോ എൻ്റെ മകൾക്കോ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഒരു ഹവാലയുമായി ഒരു കാലത്തും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല കേട്ടോ. എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ആ വൈറൽ വീഡിയോയിലെ ആ വാചകമുണ്ടല്ലോ, ഒരിക്കൽ കൂടി അത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആ വാർത്താ സമ്മേളനം സൂക്ഷ്മമായി നിരീക്ഷകർക്ക് മനസ്സിലാവും. ആ ഒരു പ്രസ്താവന കൂടി കഴിഞ്ഞ് ഒരു നിമിഷം നിശബ്ദനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായ ഭാവം അതിവൈകാരികമായിരുന്നു. വീണ്ടും 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 പറയേണ്ടി വരുന്നല്ലോ കൈകൾ ശുദ്ധമാണ് എന്ന്. കൈകൾ ശുദ്ധമായി ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അടിയന്തരാവസ്ഥക്കാലത്ത് കരുണാകരൻ്റെ പോലീസ് ചവിട്ടിത്തേച്ച മനുഷ്യൻ പറയേണ്ടി വരികയാണ് വീണ്ടും വീണ്ടും. പലർക്കും പറയേണ്ടി വരുന്നില്ല വീണ്ടും വീണ്ടും. പിണറായി വിജയന് ആവർത്തിച്ച് പറയേണ്ടി വരികയാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ് കേട്ടോ, ഞങ്ങൾക്കൊരു ഹവാലയുമില്ല കേട്ടോ. അങ്ങനെ പറയേണ്ടി വരുന്നത് തുടർച്ചയായി പിന്തുടർന്ന് വേട്ടയാടപ്പെടുന്നവൻ്റെ ദുരവസ്ഥയാണ്. പക്ഷേ അത് വ്യക്തിപരമല്ല, പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് താൻ വേട്ടയാടപ്പെടുന്നതെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇന്ന് പിണറായി സംശയരഹിതമായ ആ വിശദീകരണം നൽകിയത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CMRL കേസുമായി ബന്ധപ്പെട്ട്
മാസപ്പടി എന്ന് വിളിച്ച് എത്ര കാലമായി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ. അതിൻ്റെ ഒരു മൂർധന്യത്തിലാണ് മലയാള മനോരമയിൽ അദ്ദേഹം പരാമർശിച്ച ആ വാർത്ത വന്നത്. പിണറായി വിജയൻ്റെ മകൾ ടി വീണയെയും അവരുടെ ഭർത്താവും CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മുൻ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒക്കെ ചേർത്തുകൊണ്ട് ഹവാല ആരോപണം, നുണ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നുണയനല്ലാത്ത ഒരു നേതാവിനെ ഗീബൽസിയൻ രീതിയിൽ കള്ളനാക്കി മാറ്റുന്ന മാധ്യമ കുതന്ത്രത്തെ അദ്ദേഹം പൊളിച്ചടുക്കുക ആണ് ചെയ്തത്, അല്ലെങ്കിൽ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അത് തുറന്നു കാട്ടപ്പെട്ടവർക്ക്, പൊളിച്ചടുക്കപ്പെട്ടവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും കേട്ടവർക്കൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ കേട്ടവർ, കണ്ടവർ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സത്യസന്ധവും സുതാര്യവുമായ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാവാൻ ആ കള്ളവാർത്തയും ഇന്ന് പിണറായി നൽകിയ കൃത്യമായ വിശദീകരണവും കാരണമായി എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയും ഈ വിഷയത്തിൽ കള്ളവാർത്തകളും കള്ളപ്രചാര വേലകളും ഒരുപാട് വരാനുണ്ട്. ഈഡികളുടെ ഇത്തരം അസാധാരണമായ പത്രക്കുറിപ്പുകളും വന്നേക്കാം. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രസ്താവന നിൽക്കുന്നത്. ഈ കൈകൾ ശുദ്ധമാണ് കേട്ടോ, കേരളത്തിന് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. നന്ദി, നമസ്കാരം.